ഹായ്. കഴിഞ്ഞ ദിവസത്തെ ഒരു ബിഗ് ഡ്രാമ കണ്ടിട്ട് അതിനെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാൻ വന്നതാണ് കേട്ടോ. ഇതിനെപ്പറ്റിയിട്ടൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ ഉണ്ടെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഏറ്റവും അധികം സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തെറിച്ചി തമിഴെത്തി അവളുടെ വളരെ വലിയൊരു ഡ്രാമ നമ്മൾ കണ്ടിരുന്നു. ഒരു രോഗമുണ്ടെന്ന് അഭിനയിച്ച് വല്ലാതെ ആക്ട് ചെയ്ത് ക്യാമറയ്ക്ക് മുന്നിൽ നടത്തുന്ന ഒരു പ്രഹസനം, അക്ഷരം തെറ്റാതെ വിളിക്കാം, ഒരു വൃത്തികെട്ട പ്രഹസനം. അത് കണ്ടിട്ട് എനിക്ക് അപ്പം തന്നെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സമയവും സാഹചര്യവും ഒക്കെ ഒത്തത് ഇപ്പോഴാണ്. അപ്പോൾ ഇത് റിയലായിട്ടുമുള്ളതാണ്. അയ്യോ ചനുവിൻ അങ്ങനെയാണ്, അയ്യോ ചനുവിൻ ഇങ്ങനെയാണ്. കുറേ വ്യാജ ഡോക്ടർമാർ, അവർ ഡോക്ടറൊന്നും അല്ല, എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്, ഞങ്ങൾക്കാണ് അറിയാവുന്നത്. അത് യഥാർത്ഥത്തിലുള്ള ഡോക്ടേഴ്സിന് ഇതൊന്നും അറിയില്ല. അവർ ഇതൊക്കെ പറയുന്നത് വെറുതെയാണ്. പക്ഷേ ഈ യൂട്യൂബിലെ ഈ ചനുശ്രീ എന്ന് പറയുന്ന ഇവളുടെ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കുറേ എണ്ണം വ്യാജന്മാരാണ്. അവർക്കൊക്കെ അറിയാം ഇങ്ങനെയാണെന്നേ, ഈ അസുഖം വന്നാൽ ഇങ്ങനെയാണെന്നേ, ഇങ്ങനെ ഉണ്ടാവൂന്നേ, ഇങ്ങനെ തന്നെയാണെന്നേ, ചനു പറയുന്നതാണെന്നേ സത്യം എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ അശ്ലീലം ഇഷ്ടപ്പെടുന്ന കുറേ എണ്ണമുണ്ട് ഇവളുടെ വീഡിയോയ്ക്ക് താഴെ. അശ്ലീലവും അസഭ്യവും തെറിയും മാത്രം ഇഷ്ടപ്പെടുന്ന ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്ന കുറേ എണ്ണമുണ്ട് ഇവളുടെ വീഡിയോയ്ക്ക് താഴെ സപ്പോർട്ട് ചെയ്യുന്നവർ. അപ്പോൾ അവളുമാർ മാത്രം വിശ്വസിക്കും ഇവളുടെ ഈ ഒരു വൃത്തികെട്ട ഡ്രാമ കണ്ടിട്ട് ഇത് സത്യമാണെന്ന് അവളുമാർ മാത്രം വിശ്വസിക്കും. തലയ്ക്കകത്ത് ഒരല്പം വെളിച്ചമുള്ള ആരും ഇത് കണ്ടിട്ട് വിശ്വസിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ? ഈ ഡ്രാമ കാണിക്കുമ്പോഴും ഇവളീ കിടന്ന് ഹാഹി പൂഹി പൂഹു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷനും കോപ്രായും കണ്ട ചെവിക്കല്ല് തീർത്തൊരെണ്ണം കൊടുക്കാൻ തോന്നും ഇരുന്ന് കാണിക്കുന്നത് കണ്ടാലും. യഥാർത്ഥത്തിൽ ഈ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ പോലും ഇവള് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഒരാൾക്ക് ഒരു അവസ്ഥ വന്നാലും നമ്മൾ മാക്സിമം ഒരു ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിലും എന്താ ചെയ്യുക, ആ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിനുള്ള അടുത്ത നടപടി എന്താണോ അത് നമ്മൾ സ്വീകരിക്കും അല്ലേ. ആ ഒരു രോഗിയെ ആ ഒരു രീതിയിൽ പബ്ലിക്കിലേക്ക് വലിച്ചെറിഞ്ഞ് നമ്മൾ കൊടുക്കില്ല. ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ്, അവർക്ക് വേണ്ട പരിചരണം എന്താണെന്ന് വെച്ചാൽ കൊടുക്കും. ഇതെന്താ ചെയ്തത്? അത് എത്ര നേരം ഇവളിരുന്ന് കോപ്രായം കാണിച്ചു. ആ സമയത്തൊക്കെ അടുത്ത ഒരാൾ ഇരിക്കുന്നുണ്ട്, ഇവളുടെ കൂടെ ജീവിക്കുന്ന ആ ഒരുത്തൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവൻ പോലും ആ ക്യാമറയൊന്ന് ഓഫ് ചെയ്യുമോ? ലോകത്തേത് മനുഷ്യനാണേലും ഈ ഒരു അവസ്ഥ റിയൽ ആണെങ്കിൽ എന്താ ചെയ്യുക? പെട്ടെന്ന് ഇനിയിപ്പോൾ ആ ടെൻഷനിൽ ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നാലും പെട്ടെന്ന് തന്നെ ഈ പേഷ്യൻറ്റിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ തുടർ നടപടി എന്താണോ അത് സ്വീകരിക്കാനോ അല്ലേ നോക്കുള്ളൂ. ഇത് ഫുൾ ടൈം ആയിരുന്നു കാണിക്കുന്ന ചേഷ്ടയ്ക്ക് മുഴുവൻ ക്യാമറയെ ഫോക്കസ് ചെയ്യാണ്. അതുപോലെ ഇയാൾ വേറെ ആരുടെയോ ഫോട്ടോ എടുത്തിട്ട് ക്യാമറയിൽ കാണിക്കാൻ കൊണ്ടുവന്നപ്പം ഇവളുടെ ഫേസ് ഒന്ന് മറഞ്ഞു. ആ സമയത്ത് അയാളുടെ കൈ തട്ടി മാറ്റിയിട്ട് വീണ്ടും പിന്നെ ഓഹി ഇഹി പൂഹി എന്ന് പറഞ്ഞിട്ട് ഇവള് ഗോഷ്ടി കാണിക്കുകയാണ്. ഒരു മനുഷ്യനും, ഒരു അല്പം മൂളയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകും രണ്ടുപേരും തമ്മിലുള്ള ആക്ടിംഗ് ആണ്, ഗൂഢാലോചനയാണ് രണ്ടുപേരും തമ്മിൽ. ഇപ്പോൾ ഡോക്ടർ റോസിയൊക്കെ ഇവൾക്കെതിരെ കേസ് കൊടുത്തേക്കുന്നു. എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവരെന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് അവരിനെ നാട്ടിൽ വരികയാണ്. അത്രത്തോളം അവരെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്, അത്രത്തോളം വൃത്തികെട്ട അസഭ്യം ഇവൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഇവളിപ്പോൾ പൊത്തിനകത്ത് കയറിയിട്ട് ഞാൻ കഞ്ഞായി ഗേഷ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇവൾ ഓർക്കുന്ന എന്തൊക്കെ വൃത്തികേട് ഏത് മനുഷ്യനെ വിളിച്ചിട്ട് പിന്നെ ഞാൻ കഞ്ഞായി ഗെയ്സ്, ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീയാണ് ഗെയ്സ്, ഞാൻ 100 ഇഡലി ചുടും ഗെയ്സ്, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ ദാരിദ്ര്യം, ഒരിക്കലും ലൈഫിൽ ഒരിക്കലും തീരാത്ത ഇവളുടെ ഒടുക്കത്തെ ദാരിദ്ര്യം. ആ ദാരിദ്ര്യം അങ്ങ് വിളമ്പി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും മറന്നിട്ട് മിണ്ടാതെ പൊക്കോണം. ഇവൾ പറയുന്ന അങ്ങനെയാണ്, വൈരാഗ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നു. അതേടി അന്തസ്സും അഭിമാനവും കുടുംബ മഹിമയുമുള്ള സ്ത്രീകൾ മറക്കില്ല നിന്റെ വായിൽ നിന്ന് വീണ ദുഷ്ടതകൾ, നിന്റെ വായിൽ നിന്ന് വീണ അശ്ലീലങ്ങൾ, അസഭ്യങ്ങൾ കുടുംബത്തിൽ പെടുന്ന സ്ത്രീകൾ മറക്കില്ല. അത് കുടുംബത്തിനൊന്നും ഒരു വാല്യവും കൽപ്പിക്കാതെ അശ്ലീലത നിറഞ്ഞ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ നിന്റെ വായിൽ നിന്ന് കേട്ട അശ്ലീലം മറന്ന് വീണ്ടും നിന്നെ ചേർത്ത് പിടിക്കാനായിട്ട് പറ്റുള്ളൂ. ആശയത്തെ ആശയപരമായി നേരിടാം, വിമർശിക്കാം, ഒക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ. അങ്ങനെ ഉണ്ടായാൽ എത്രത്തോളം വിമർശിച്ചാലും അത് മനുഷ്യന് മറക്കാനും പൊറുക്കാനും തിരിച്ച് സ്നേഹിക്കാനും ഒക്കെ പറ്റും. പക്ഷെ നീ എന്ന് പറയുന്ന ഒരു ജീവിയുടെ വായിൽ നിന്ന് വീണ അശ്ലീലങ്ങൾ കേട്ടിട്ട് വീണ്ടും നിനക്ക് നേരെ സഹതാപം എയ്യുന്നവരോട് എനിക്ക് പുച്ഛവും വെറുപ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ നീയൊന്നും കുടുംബത്തിൽ പിറന്നതല്ല, നിനക്കൊന്നും കുടുംബത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു സ്നേഹവും ഇല്ല, സ്വന്തം പേരൻസിനോടില്ല, മക്കളോടില്ല, സ്വന്തമായിട്ട് പോലും ഒരു ബഹുമാനമില്ല, ഇഷ്ടമില്ല, സ്നേഹമില്ല. അങ്ങനെയുള്ളവളാണ് ഇവളുടെ
അശ്ലീലം കേട്ടിട്ട് അത് ക്ഷമിച്ചു, ചാനു അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു, അപ്പം ഞങ്ങളും മിണ്ടുന്നില്ല, ഞങ്ങൾ വൈരാഗ്യം മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കുന്നില്ല ചനുവിനൊപ്പം എന്ന് പറയുന്നത് അങ്ങനെയുള്ള അശ്ലീലത നിറഞ്ഞ സ്ത്രീകൾ മാത്രമാണ്. അന്തസ്സും ആഭിജാത്യവും ഉള്ളവർ അതിനു പകരം വീട്ടേണ്ട സമയത്ത് അടിക്കാനാണ് അടിച്ചു തന്നെ തീർത്തിരിക്കും. നിയമപരമായിട്ടാണെങ്കിൽ അതിന് തന്നെ പോയിരിക്കും. മനസ്സിലായോ? വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് നിന്നെ പൂട്ടുക തന്നെ ചെയ്തിരിക്കും. അതിന് വാലിഡ് ആയിട്ടുള്ള നല്ല പ്രൂഫ് ഉള്ളവർക്ക് അതിനൊരുമ്പിട്ട് ഇറങ്ങിയാൽ അത് സാധിക്കുകയും ചെയ്യും, ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഡോക്ടർ റോസി ഒരു തീരുമാനമെടുത്തു, അല്ലെങ്കിൽ ഇൻവിസിബിൾ ആർമി ഒരു തീരുമാനമെടുത്തു, അവർ നാട്ടിൽ വരുമ്പോൾ നിനക്കുള്ള പ്രത്യാഘാതം ഉണ്ടാകും എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് നിനക്കങ്ങ് സ്ട്രെസ്സ് കൂടിയല്ലേ? സ്വന്തം കുഞ്ഞിന് അത്രയും വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് നിനക്ക് സ്ട്രെസ് ഉണ്ടായില്ല. നീ അന്നും ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് നീ എത്ര വീഡിയോ ചെയ്തു, നിനക്ക് സ്ട്രെസ് ഉണ്ടായില്ല. നിന്റെ ഭർത്താവിനെ പറഞ്ഞപ്പോൾ നിനക്ക് സ്ട്രെസ് ഉണ്ടായല്ലേ? ഭർത്താവിനെ ഡോക്ടർ റോസി എന്തോ പറഞ്ഞത്, നിന്റെ ഭർത്താവിനെ എന്താ പറഞ്ഞത്? നിയമപരമായിട്ട് പോകുന്നു. നിന്റെ ഭർത്താവ് അവരുടെ പേരൻസിനെ തെറി വിളിച്ചപ്പം അവർ പറഞ്ഞു വീട്ടിൽ വരും, അല്ലാതെ വീട്ടിൽ വരും നിന്റെ അയാളുടെ അച്ഛനെയും അമ്മയെയും തല്ലൂന്നൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ മാനിപ്പുലേറ്റ് ചെയ്യാണ്, വെറുതെ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് വെറുതെ ആളുകളെ വിട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫൂളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അച്ഛനും അമ്മയും പ്രായമായവരാണ്. എന്തൊക്കെ ഇരവാദമാണ് പേടിച്ച് വരച്ച് ഇരുന്ന് ഇറക്കുന്നത്. അച്ഛനും അമ്മയും തല്ലൂന്ന് പറഞ്ഞു ഉടനെ കൂടെ താമസിക്കുന്ന അയാൾ വന്നിട്ട് പറയുകയാണ്, ഗേഷ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങളോടിക്കട്ടെ. ഒരു തവണ ഷനുവിനെ തല്ലി, വേറെ ഏതോ ഒരുത്തി വന്ന് തല്ലി, വീണ്ടും തല്ലി, വേറെ ഏതോ ഒരുത്തി വന്നു, ഞാൻ ഷനുവിനെ കെട്ടി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ചൊല്ലി, വീണ്ടും വരൂ എന്ന് പറയുന്നു. ഇതിനെന്താണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗേഷ്? അപ്പോൾ കൂടെ താഴെ മൂളയില്ലാത്ത വെളിച്ചമില്ലാത്ത കുറേ എണ്ണങ്ങൾ കിടക്കുന്നുണ്ട്. അതുങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഒരല്പം മൂളയുള്ളവർ പരിഹസിച്ച് പുച്ഛിക്കുകയായിരിക്കും ചെയ്യുന്നത്. കാര്യം ഇവൾക്കെതിരെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു കൂട്ട സ്ത്രീകൾ, നിനക്കൊന്നും തെളിവ് വയ്ക്കാൻ പറ്റാത്ത, ഇവളെ തെറി വിളിച്ചു എന്ന് പറയാൻ പറ്റാത്ത, ഇവൾക്ക് നേരെ അശ്ലീലം പറഞ്ഞു എന്ന് പറയാൻ പറ്റാത്ത ഒരു കൂട്ടം സ്ത്രീകളുണ്ടോ, ഒരു കൂട്ടം സ്ത്രീകളുണ്ട് ഇവൾക്കെതിരെ സംസാരിക്കാനായിട്ട്. അറിയോ തനിക്ക്? ഇപ്പോൾ കൗണ്ടർ അടിക്കാനാണെങ്കിൽ നിനക്കൊക്കെ പറ്റുന്നതാ തിരിച്ച് തെറി വിളിച്ചവരെ പറയാൻ പറ്റും അല്ലേ? അല്ലാത്ത ഒരു കൂട്ടം സ്ത്രീകളുണ്ട്. ഇവൾ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ കാണിച്ച നാടകമില്ലേ, ഇതുപോലെ ഇതിലപ്പുറം റിയലായിട്ടും ഇവൾ കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ടോ. താൻ പറയുന്നുണ്ടല്ലോ ചനുവിനെതിരെ എല്ലാവരും ഇങ്ങനെ വരുന്നു, വെറുതെ വിട്ടുകൂടെ. കുറേ അവളുമാർ അതിൻ്റെ താഴെ എഴുതുന്നുണ്ടായിരുന്നു, ഇവൾ ഈ നാടകം കാണിക്കുമ്പോൾ ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിട്ടുകൂടി, എന്തിനും ഉപദ്രവിക്കുന്നു. ഈ ഒരു വൃത്തികെട്ടവൾക്ക് പുറകെ, ഈ ഒരു വൃത്തികെട്ട സ്ത്രീക്ക് എതിരെ എന്തിനാണ് ഇത്രയധികം സ്ത്രീകൾ ഇങ്ങനെ നടക്കുന്നത്? മറ്റൊന്നുമില്ല ആർക്കും. അത്രത്തോളം ഈ വൃത്തികെട്ട ശവം എല്ലാവരെയും ആക്രമിച്ചിട്ടാണ്, അശ്ലീലം പറഞ്ഞിട്ടാണ്, കേട്ടാൽ അറയ്ക്കുന്ന പടുമോശം ആണുങ്ങളെ കൂട്ടിയിട്ടും കരക്കാര ആണുങ്ങളെ കൂട്ടിയിട്ടും സ്വന്തം ബ്രദേഴ്സിനെ വെച്ച് കുട്ടികളെ അവരുടെ സ്വന്തം ബ്രദേഴ്സിനെ വെച്ചിട്ടും വലിയച്ഛനെ വെച്ചിട്ടും അച്ഛനെ വെച്ചിട്ടും ഒക്കെ ഇവൾ പടച്ചു വിട്ടത് കൊണ്ട് തന്നെയാണ്. അതൊന്നും അന്തസ്സുള്ള ഒരു സ്ത്രീക്കും മറക്കാൻ പറ്റുന്നതല്ല. ഇവളൊരു സീപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കെതിരെ, പച്ച ഷട്ടിയുടെ കാര്യം പറഞ്ഞിട്ട്. അത് കാണിക്കാൻ കൊള്ളില്ല, ഇവിടെ ഒന്നും കാണിക്കാൻ കൊള്ളാത്ത എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ ഭദ്രമായിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ആൻ്റണി ബ്രോയ്ക്കെതിരെയാണ്. ആൻ്റണി ബ്രോ വേറൊരു സ്ത്രീയെ ഇങ്ങനെ ചെയ്യും, ആ ഒരു രീതിയിലെ പ്രവൃത്തി ചെയ്യും എന്ന് പറഞ്ഞതിനെതിരെയാണ് ഇവളതിട്ടത്. വേറൊരു സ്ത്രീയെ പറഞ്ഞതിനെതിരെ, അതിന് എന്നോടുള്ള വൈരാഗ്യത്തിന് എൻ്റെ പേര് പറഞ്ഞിട്ട് അവളിട്ടു, എന്നെ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇവളിട്ടു. അപ്പോൾ അതിലവൾ പറഞ്ഞേക്കുന്നത് അയാൾ അത്രത്തോളം വൃത്തികേട് പറഞ്ഞേക്കുന്നു എന്നുള്ളതാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. കാര്യം എന്താണ്? അയാൾ ആ വൃത്തികേട് ചെയ്യും എന്ന് പറഞ്ഞ സ്ത്രീ കുറേ കാലമായിട്ട് ഇയാൾക്ക് മറ്റേ ശേഷിയില്ല, എന്താണ് സെക്ഷുവൽ കപ്പാസിറ്റി ഇല്ല, ഇയാളുടെ അത് തളർന്നതാണ്, ഇത് തളർന്നതാണ്, മറ്റേത് തളർന്നതാണെന്ന് നിരന്തരം ഇരുന്ന് പറഞ്ഞതിനാണ് അദ്ദേഹം അങ്ങനെ ഒരു മറുപടി ഇട്ടത്. നീ ഇങ്ങോട്ട് അതൊന്നും നല്ലതാണെന്ന് ഞാനൊരിക്കലും പറയുന്നില്ല കേട്ടോ. ആന്റണി ബ്രോ അസഹനീയമാണ്. ഇവളുമാർ ഇങ്ങനെയാണെന്ന് കരുതിയിട്ട് നിങ്ങൾ മാത്രത്തോളം തരം താഴേണ്ടിയിരുന്നില്ല. ഇവളുമാർ ഒരുപാട് പറഞ്ഞിട്ട് സഹികെട്ടിട്ട് തന്നെയാണ്. പക്ഷെ ഞാനൊരിക്കലും ഇതേപോലെയുള്ള അശ്ലീലങ്ങളെ ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. എന്തായാലും അങ്ങനെ പറഞ്ഞതിനെതിരെയാണ് അയാൾ പ്രതികരിച്ചത്. അപ്പോൾ നീയൊക്കെ നീയൊക്കെ ഇടുമ്പം മാത്രം ബെർമൂഡ, മറ്റുള്ളവരിടുമ്പോൾ അത് വള്ളിനിക്കർ എന്ന് പറയുന്നത് പോലെയുണ്ട്. കാര്യം നിൻ്റെ കൂടെയുള്ള ആ സാധനത്തിന് കുണ്ടൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ്, നീയൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കല്ലേ, വിളിച്ചു എന്ന് പറഞ്ഞ് നീ പറഞ്ഞു, നീ നിൻ്റെ കൂടെ ഇരിക്കുന്ന ആ സാധനം കൂടെ പറയും ജോൺസിൻ്റെ വൈഫിനെ ഇങ്ങോട്ട് വിടടാ, ഞാൻ കാണിച്ചു കൊടുക്കാം,
കുണ്ടനാണോ ഇല്ലയോ എന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം, നീ ഇങ്ങോട്ട് വിടടാന്ന് നീയും അവനും കൂടെ ഇരുന്ന് പറഞ്ഞില്ലേടി. അപ്പം നിനക്ക് ഈ നീതി ന്യായമൊന്നും ഇല്ലായിരുന്നോ? അപ്പം നിനക്കൊക്കെ എന്തും പറയാല്ലേ. അതേപോലെ ജോൺസിൻ്റെ 2 മക്കൾ ജോൺസുമായിട്ട് പല കാര്യത്തിൽ ഇപ്പോഴും ഇപ്പോഴത്തെ നിങ്ങളുടെ നിലപാടിലും ഒരുപാട് കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരുപാട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിമർശിക്കപ്പെടേണ്ട ഒരാളെ അല്ല. അതിലും ഒരുപാട് വലിയ സംഭവങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്, ഒരുപാട് വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. അത് കണ്ണടച്ച് വെച്ചിട്ട് നിങ്ങളെ വിമർശിക്കേണ്ടതും തിരുത്തേണ്ടതുമായ ഒരു ഉപദ്രവകാരിയല്ല നിങ്ങൾ, ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റാത്തതുണ്ട് ഇപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ അയാളെ പറ്റിയിട്ട് അയാളുടെ 2 മക്കൾ ജന്മം കൊണ്ടത് അയാളിൽ നിന്നല്ല, അയാളുടെ അച്ഛനിൽ നിന്നാണ്. അതായത് അയാളുടെ ഭാര്യ അയാളുടെ അമ്മായിയച്ഛൻ്റെ കൂടെ ജീവിച്ച് കൂടെ കിടന്ന് ഉണ്ടായതാണ് അയാളുടെ 2 മക്കളെ എന്ന പച്ച വൃത്തികേട് നീയും അവനും വന്നിരുന്ന് പറഞ്ഞില്ലേടി. അപ്പോഴൊന്നും നിനക്കൊന്നും ഈ എത്തിക്സ് ഇല്ലായിരുന്നോ? അതേപോലെ തന്നെ ഈ പറയുന്ന പ്രസ്തുത സംഭവം അയാളുടെ വൈഫിനെ ഇങ്ങോട്ട് വിട് എന്ന് പറഞ്ഞ് നീയും അവനും ഒക്കെ പറഞ്ഞപ്പോൾ ഈ എത്തിക്സ് ഇല്ലായിരുന്നോ? അപ്പോൾ നിനക്കൊക്കെ സോഷ്യൽ മീഡിയ നിൻ്റെയൊക്കെ തറവാട് സ്വത്താണോടി? നിനക്കൊക്കെ എന്തും പറയാവോ? നിനക്കൊക്കെ എന്തു തോന്നിയവാസവും കാണിക്കാവോ? നീയൊക്കെ പറയുമ്പോൾ മാത്രം എല്ലാവരും യേസ് പറഞ്ഞോണം, മറ്റൊരാൾ ഈ സെയിം സംഭവം എടുത്തിട്ട് പറഞ്ഞാൽ അത് ബാഡ് ലാംഗ്വേജാണ്, അത് പറയാൻ പാടില്ല. നിനക്കൊക്കെ കയറിക്കൊള്ളും. അതിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് നീയൊക്കെ കാലാകാലം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ. അതുപോലെ ജീനൂസിൻ്റെ കാര്യം പറയുന്നു. ജീനൂസിനെ നീ ഇൻബോക്സിൽ വിളിച്ച തെറി, ജീനൂസിൻ്റെ കുഞ്ഞുങ്ങളെ ആ വല്യച്ഛനെ വെച്ചിട്ട് പറഞ്ഞ വൃത്തികേട്, അശ്ലീലം, സ്വന്തം ആ പൊടി കുഞ്ഞുങ്ങളെ അദ്ദേഹത്തിന് ജീനൂസിൻ്റെ അച്ഛനെ വെച്ച് പറഞ്ഞിട്ട് ഉള്ള വൃത്തികേട്, ഇതൊക്കെ നീ മറന്നുപോയോ? അതൊക്കെ വെച്ച് പറയുമ്പോൾ ജീനൂസ് പറഞ്ഞ ആ സ്റ്റോറി ഉണ്ടല്ലോ, അത് കുറച്ച് കുറഞ്ഞു പോയെന്നേ ഉള്ളൂ. നീ എന്തേ അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നിൻ്റെ ഭാഗം മാത്രം ഇരവാദമിറക്കി നടക്കുന്നു, നിന്നെ മാത്രം അന്ധമായിട്ട് നീ എന്തോ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അന്ധമായിട്ട് താങ്ങുന്ന കുറേ ബുദ്ധിശൂന്യരായ കുറേ എണ്ണങ്ങളുണ്ട്. അത് കണ്ടിട്ടല്ലേ നീ കിടന്ന് ചാടുന്നത്. പക്ഷെ തലയ്ക്കകത്ത് മൂളയുള്ള കുറേ ആളുകളുമുണ്ട് ഇവിടെ. അപ്പോൾ ജീനൂസിനെ പറഞ്ഞതിൻ്റെ ഓരോ അംശം പോലും അയാൾ തിരിച്ച് പറഞ്ഞിട്ടില്ല. ഇനി ഡോക്ടർ റോസിയുടെയൊക്കെ ചാനലിൽ അത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ആകസ്മികമായിട്ട് പറ്റിയൊരു കാര്യമാണല്ലേ, അതിന് അവർ സോറി പറയുകയും ചെയ്തു. ഈ സെയിം സംഭവം അതിൻ്റെ തലേന്ന് അത് കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം നിൻ്റെ ചാനലിൽ വേറൊരുത്തം കയറിയിരുന്ന് ചീത്ത പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ അങ്ങ് തേച്ച് മാച്ച് കളഞ്ഞല്ലേ, അതൊക്കെ നീയൊക്കെ അങ്ങോട്ട് വിഴുങ്ങിയല്ലേ. അപ്പോൾ നിന്നെ പറയുന്നതിന് മാത്രം എന്താണിടി കുറച്ച് കൊമ്പും പാലും കൂടുതലുണ്ടോ? നീ മാത്രം എന്താ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീയോ? നീ എന്താ നാട്ടുകാരെ ഉദ്ധരിക്കാനാണോ കഷ്ടപ്പെടുന്നത്? നീ സ്വന്തം വിഴുങ്ങാൻ വേണ്ടി തന്നെയല്ലേ കഷ്ടപ്പെടുന്നത്? ഏതോ ഒരുത്തനെ എവിടെന്നോ വലിച്ചുകൊണ്ട് വന്ന് അവൻ്റെ വീട്ടിലെ കാര്യം നോക്കാനും തെറിവിളിക്ക് സപ്പോർട്ടായിട്ട് ഒരുത്തൻ അവൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഒരു വലിയൊരു ഓട്ടോബറയാണ് ദേശ് ഞാൻ കെട്ടുന്നത് എന്ന് പറഞ്ഞ് പണിയെടുക്കാതെ ജീവിക്കാൻ വന്ന ഒരുത്തൻ, അവനെ നീ താങ്ങുന്നതിന് പൊതുജനം എന്ത് പഴിച്ചു? നീ ജോലി ചെയ്യുന്നോ? നീ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്നോ? അത് പൊതുജനത്തിനെ എങ്ങനെ ബാധിക്കും? എല്ലാ മനുഷ്യരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതെല്ലാവരും വന്ന് പായാരം ആവലാതി പറയുകയല്ല യൂട്യൂബിൽ വന്നിരുന്ന്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ച് വളർത്തുന്ന നല്ല അമ്മമാരുണ്ടടി. അല്ലാതെ സ്ട്രഗിൾ ചെയ്ത് വല്ല തോന്നിവാസം കാണിച്ച് വേറൊരുത്തനെ കൊണ്ടുവന്ന് സ്വന്തം മകളെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളി വിട്ടിട്ട് വേറൊരുത്തനെ കൊണ്ടുവന്ന് കൂടത്തിൽ വെച്ചിട്ട് ഗോഷ്ഠി കാണിച്ച് ജീവിക്കുന്ന സ്ത്രീകളല്ല, അഭിമാനികളായ ഒരുപാട് സ്ത്രീകളുണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. അതിനെ വെച്ച് നോക്കുമ്പോൾ നീ എന്ത് ചവറാണ്, എന്നിട്ട് നീ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട്. ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജോലി ഏതാണ്ട് 8 o'clock 9 o'clock ആകുമ്പോൾ നിൻ്റെ ജോലി തീരും അല്ലേ. പിന്നെ ഡേ ഫുള്ള് നിനക്ക് നീ ഫ്രീ ആണ്. പിന്നെ രാത്രിയാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ നിനക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, ഉറങ്ങാമോ ഒക്കെ ചെയ്യില്ല. അപ്പോഴും നിനക്ക് ലൈവ് എന്നും പറഞ്ഞുകൊണ്ട് നീ വരും. എല്ലാ സൈഡിൽ നിന്ന് എനിക്ക് ആശങ്ക പോരട്ടെ. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ സമയത്ത് റെസ്റ്റ് എടുക്കാതെ നീ ലൈവ് അങ്ങ് ചെയ്ത് കണ്ടവരെ തെറിയും ചീത്തയും അശ്ലീലവും പറയും അല്ലേ. എന്നിട്ട് പിച്ച തെണ്ടുകയും ചെയ്യും. എന്നിട്ട് കഴിഞ്ഞ ദിവസം കാണിച്ചതുപോലെ ക്യാഷ് ഇനിയും ആവശ്യമുണ്ട് അല്ലെ, കുറേയും കൂടെ വേണം ദൂർത്തടിക്കാൻ എന്ന് തോന്നുമ്പോൾ ഇതുപോലുള്ള ഡ്രാമ കാണിക്കും. എന്നിട്ട് ഒരു 15,000 ഞാൻ കുറച്ച് നാളായിട്ട് ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു അല്ലെങ്കിലും എന്താ കാര്യം ആരെങ്കിലും ചോദിച്ചോ എന്താ കാര്യം എന്ന് നീ പിന്നെയും റിപ്പീറ്റ് അടിച്ചു പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആരും ചോദിക്കാതെ പറയുന്നു ഒരു 15,000 രൂപ 1.5 ലക്ഷം പിരിഞ്ഞോ ഇന്നലത്തെ ഡ്രാമയിൽ നിനക്ക്? അപ്പോൾ അതിനു വേണ്ടി കള്ളത്തരം മാത്രം കാണിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ. ക്യാമറ മുന്നിൽ വെച്ചിട്ട് എല്ലാവരും രോഗം വരുമ്പോഴാണ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട്, അല്ല അതല്ല രസം. അയാളുടെ കൈ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവള് അടിച്ചു മാറ്റിയിട്ട് എന്നിരുന്ന് കാണിക്കുന്നതുകൊണ്ടാ ചെവിക്കല്ല് തീർത്തൊരെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സഹതാപം തോന്നിയത്രേ, സഹതാപം. ഇതൊക്കെ കണ്ടിട്ട് അത്ര ഫൂളായിട്ടുള്ള
അത്ര ഫുള്ളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സഹതാപം തോന്നുള്ളൂ. ഇവിടെ ഈ വൃത്തികെട്ട ആക്ഷൻ കണ്ടിട്ട് എല്ലാവർക്കും രോഗം വരൂടോ, രോഗവും ഒക്കെ എല്ലാവർക്കും പലവിധ അസുഖങ്ങൾ എല്ലാവർക്കും വരും. എല്ലാവരും അതോടനെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് അയ്യോ അതല്ല ഇവളുടെ മസിൽസൊക്കെ അങ്ങ് ഓടിപ്പോയിട്ടുണ്ടല്ലോ, വിത്തിൻ സെക്കൻഡ്സ് അതൊക്കെ പഴയ രീതിയിലേക്കായി എന്നുള്ളതാണ്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഇവൾക്ക് മാത്രം നടക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് കേട്ടോ അത്. ഇവൾക്ക് രോഗം വന്ന അങ്ങനെയാണ്. ഇവൾ പറയുന്നു ഇവളുടെ രോഗത്തെ മാത്രം വളരെ വലുതായിട്ട് നീയൊക്കെ പറയുന്നു. ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ക്യാഷ് ഇവൾ തട്ടിച്ചിട്ട് ഇപ്പം തന്നെ വേണം എന്ന് പറഞ്ഞ് വേറൊരു സ്ത്രീയോട് വാങ്ങിച്ച് ഇവളത് കൊടുക്കാതെ ഇവളത് മുക്കിയിട്ട് ഇവളത് കട്ടെടുത്തിട്ട് ആ ആള് സത്യസന്ധമായിട്ട് അതെനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞതിന് ആ മനുഷ്യനെ എന്തൊക്കെ പറഞ്ഞു ഇവള്, എന്തൊക്കെ തെറി പറഞ്ഞു ഇവള്. ആ മനുഷ്യന് എടോ അസുഖമുണ്ടെങ്കിൽ രോഗിയെ പോലെ ഇരിക്കണോടോ, ഹോസ്പിറ്റലിൽ പോയിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ വന്ന് ഇരിക്കണോടോ, സോഷ്യൽ മീഡിയയിൽ വന്ന് വൃത്തികേട് പറയാലോടോ ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇവൾ എത്രത്തോളം അവഹേളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാൻസർ 4th സ്റ്റേജാണ് അദ്ദേഹത്തിന്. അപ്പോൾ രോഗിയാണ് എന്നുള്ള പരിഗണന അദ്ദേഹത്തിന് വേണ്ട അല്ലേ? ഈ വൃത്തികെട്ടവൾക്ക് ഈ ഡ്രാമ കാണിക്കുന്നവൾക്ക് വേണം അല്ലേ? അപ്പോൾ അയാളുടെ ക്യാഷ് തട്ടിച്ചിട്ട് അയാളത് കിട്ടിയില്ല. അപ്പോൾ ഇത് കൊടുത്ത ഓണർ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞത് കുറ്റമായിപ്പോയി, കിട്ടിയില്ല എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി. ഉടനെ ഇവള് എന്തൊക്കെ തെറിയും വൃത്തികേടും അശ്ലീലവും പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ചു ഇവള്. അതേപോലെ ആന്റണി ബ്രോയുടെ വായ്പുണ്ണൻ അതും ഒരു ക്യാൻസർ സർവൈവറാണ്. അദ്ദേഹത്തെ എത്രത്തോളം വിളിച്ചു, അദ്ദേഹത്തെ പറ്റിയിട്ടും പറഞ്ഞു ക്യാൻസർ അസുഖമുള്ളവൻ ഉള്ളതുപോലെ അടങ്ങി ഒതുങ്ങിയിരിക്കണോടോ. എടി നീ രോഗിയാണെങ്കിൽ, നിനക്ക് രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ, നീ ഇങ്ങനെ ഒരു രോഗത്തിന് അടിമയാണെങ്കിൽ, രോഗം പിടിച്ചവളാണെങ്കിൽ നീ അടങ്ങി ഒതുങ്ങിയിരിക്കണോടി. നീ മാനം മര്യാദയ്ക്ക് സംസാരിക്കണോടി, അശ്ലീലം പറയാതിരിക്കണോടി, സ്ത്രീകളെ പറ്റിയിട്ട് അശ്ലീല വർത്തമാനം പറയാതിരിക്കണോടി. എന്താടി നിന്റെ തറവാട്ട് സ്വത്താണോടി സോഷ്യൽ മീഡിയ? എടോ താൻ പറഞ്ഞല്ലോ ചനുവിനെ അങ്ങനെ ചെയ്യുന്നു, ചനുവിൻ്റെ കൂടെ ഇരിക്കുന്ന അയാളോടെ പറയുന്നത്. എടോ കൂടെ ഇരിക്കുന്ന അവളെ നീ പാവാട തുമ്പിൽ പിടിച്ച് പുറകെ നിൽക്കാതെ നാട്ടുകാരെ ചീത്ത വിളിക്കാതിരിക്കാൻ പറഞ്ഞു പഠിപ്പിക്കണോടോ. താൻ പണ്ട് ഇവളോട് ഐ ലവ് യു പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് താൻ പറയുന്ന തൻ്റെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. തെറി വിളിക്കാതെ ഇവളൊരു ലൈവ് ചെയ്താൽ നീ പറയും എടി തെറി വിളിക്കടി എന്ന് താൻ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ താനും ഇവളും കൂടെ ചേർന്ന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരുന്ന ലോകരെ മുഴുവൻ തെറിയും ചീത്തയും വിളിക്കുന്നതിന് ആളുകൾ മുഴുവൻ പ്രതികരിക്കാതെ മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി കുമ്പിട്ട് നിന്നോണം അല്ലേ? സൗകര്യമില്ല ഇതിന്. എനിക്ക് ഏതൊരുത്തനും ഇനി എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഇവൾക്ക് മനസ്സാക്ഷിയില്ല, മനുഷ്യത്വമില്ല, അയ്യോ രോഗത്തിൻ്റെ ഡ്രാമ കണ്ടിട്ടും ഇവളുടെ മനസ്സിലിന്ന് ഇല്ലടോ. എനിക്ക് ഒരു അല്പം പോലും മനുഷ്യത്വം ഈ പറയുന്ന സ്ത്രീയോടില്ല. കാര്യം ഇത് മനുഷ്യ സ്ത്രീയല്ല, ഇത് ഡെവിളാണ്, ഇത് പിശാചിനിയാണ്. ഇവളൊക്കെ എന്തിനാ നാടിന് ശാപമായിട്ട് ഈ സാധനമൊക്കെ എന്തിനാ? എന്തൊരു ക്വാളിറ്റിയാ, എന്തൊരു നല്ല മെസ്സേജാണ് ഈ വൃത്തികെട്ടവള് പബ്ലിക്കിൽ തന്നിരിക്കുന്നത്. എന്നെയൊക്കെ പറഞ്ഞ കാര്യം ഞാൻ മരിച്ചാലും ഞാൻ മറക്കില്ല. ഒരാളെ ഞാൻ അന്ന് ഇവളെപ്പറ്റി ഒരു വിഷയവും ഞാൻ സംസാരിച്ചിട്ടല്ല. ഇവളെ സപ്പോർട്ടീവായിട്ട് 1-2 CPM ഞാൻ അതിനു മുമ്പ് ഇട്ടിട്ടുള്ളൂ. ഇവള് വിളിക്കുന്ന തെറികൾക്കേ ഇവളെ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ. പബ്ലിക്കിൽ വന്നിരുന്ന് പറയുന്ന അശ്ലീലങ്ങൾക്കേ വിമർശിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ആന്റണി ബ്രോയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഇവളെന്നെ പറഞ്ഞ വൃത്തികേടുകൾ അത് ഒരിക്കലും വാഗൊണ്ട് നമുക്ക് പറയാൻ കൊള്ളുന്ന കാര്യങ്ങളല്ല പറഞ്ഞത്. അത് അത്രയും വൃത്തികേടുകൾ ഇവൾ പറഞ്ഞിട്ട് ഇവളോട് അനുകമ്പ ഞാൻ വെക്കണം, ഇവൾ പാവം എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇവളോട് സപ്പോർട്ടീവായിട്ട് സംസാരിക്കണമെങ്കിൽ എൻ്റെ പപ്പായും അമ്മയും എന്നെ ജനിപ്പിച്ചത് എന്താണ്ട് പാഴ്ത്തടിയായിട്ടാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഒന്നിനും കൊള്ളാത്ത നിന്നെയൊക്കെ പോലെ ഇവളുടെ വീഡിയോയ്ക്ക് താഴെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പോലെ വെറും പാഴ്ത്തടിയായിട്ട് എന്നെ ജനിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. സ്വന്തമായിട്ട് സെൽഫ് റെസ്പെക്റ്റ് വേണം. സ്വന്തമായിട്ടൊരു ആത്മാഭിമാനമുള്ള ഒരുത്തിയും ഇവളെ സപ്പോർട്ട് ചെയ്യില്ല. ഈ തെണ്ടി എരന്ന് ജീവിക്കുന്ന ഇത്രത്തോളം പിച്ച പറഞ്ഞിട്ടും 6 മാസം കഴിയുമ്പോൾ ഞാൻ കൊമ്പത്ത് കയറും. കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പേ പറയുന്നുണ്ടല്ലോ, 1 വർഷം കഴിയുമ്പോൾ നീയൊക്കെ നോക്കിക്കോ ഞാനങ്ങ് കൊമ്പത്തെത്തും. ഇപ്പോൾ പറയുന്നു ഇവളുടെ ഈ അശ്ലീല ലൈഫ് കണ്ടിട്ട് ആർക്കൊക്കെയോ കുശുമ്പാണ്, ഞങ്ങളങ്ങ് പൊങ്ങിപ്പോകും, ഞങ്ങൾ പുതിയ പദ്ധതി തുടങ്ങുന്നു ഗൈസ്, ഞങ്ങൾ പുതിയ ഒരു സംരംഭവുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പം ഇവളുമാർക്കെല്ലാം കുശുമ്പാണ്. ഞങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുന്നു, ഞങ്ങൾ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഇവളുമാർക്കൊക്കെ അങ്ങോട്ട് കുശുമ്പാണ്. അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സംരംഭം തുടങ്ങും എന്ന് പറഞ്ഞപ്പോൾ രക്ഷപ്പെട്ടു പോയാലോ എന്നോർത്തുള്ള കുശുമ്പ് കൊണ്ട് ഞങ്ങൾ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇവളുടെ വായിൽ നിന്ന് വിട്ട അശ്ലീലങ്ങളൊന്നും ഇവള് പറയുന്നില്ല. അപ്പം ഇങ്ങനെ ഇരുന്നാലും ഇന്നലെയും ഇത്രയും സംഭവിച്ചിട്ടും ഇന്നലെയും DD എന്ന് പറയുന്ന ഒരു ചാനലിൽ അവരെ എനിക്കറിയില്ല
ഒരു സ്ത്രീയെ ഇവള് വേ 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 എന്ന് വിളിച്ചു. എത്രത്തോളം മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരൊരു അശ്ലീലം പറഞ്ഞിട്ടുണ്ടോ? അവള് വേ കൂട്ടി ആ സ്ത്രീയെ ഇന്നലെയും വിളിക്കുന്നു. അപ്പോൾ ഈ വൃത്തികെട്ട ശവത്തിന് മര്യാദയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ എന്തും വിളിക്കാം. അതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ അടിയൻ ഉത്തരവ് പറഞ്ഞിരുന്നാണോ അല്ലേ? അതിന് നിന്നെ പോലെയുള്ള കൂടെ ജീവിക്കുന്ന അവളുടെ പങ്ക് പറ്റി ജീവിക്കുന്ന അയാൾക്കും, അതേപോലെ തന്നെ അവളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവൾ നക്കാപ്പിച്ച എന്തെങ്കിലും എറിഞ്ഞ് കൊടുക്കുന്ന അവളുടെ വീഡിയോയ്ക്ക് താഴെ കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണത്തിന് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ തലയ്ക്കകത്ത് മൂളയുള്ള ഒരാൾക്കും പറ്റി. സിസ്റ്ററിൻ്റെയും അതേപോലെ പവർ ബ്രോയുടെയൊക്കെ കാര്യം പലരും മെൻഷൻ ചെയ്യുന്ന ഇവളുടെ കുഞ്ഞിൻ്റെ സ്കൂളിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അയ്യോ അതിനെ ഒരിക്കലും അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും എഴുകുന്ന ഞാൻ കണ്ടു. വേറൊന്നും എനിക്കറിയില്ല. ഈ സംഭവത്തിൻ്റെ ബിഫോർ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് എഴുകുന്ന കണ്ടു. അപ്പോൾ ഇതിൻ്റെ ബിഫോർ എന്താണെന്നൊന്നും അറിയാത്തവർ അതിനെ പറ്റിയിട്ട് സംസാരിക്കരുത്. ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതിന് മുമ്പ് നടന്നത് എന്താണ് എന്നും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതിനു മുമ്പ് 1.5 മണിക്കൂർ ഈ സിസ്റ്ററിൻ്റെ മകളെ പറ്റിയിട്ട് ഇവള് ലൈവ് ഇട്ട് പറഞ്ഞത് വല്ലതും അറിയുമോ നിങ്ങൾക്ക്? അത് വെച്ച് നോക്കുമ്പോൾ അവർ നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് വിളിച്ചത്. പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നതും പറയുന്നതുമെല്ലാം വേറെ രീതിയിലാണ്. ഇനിയിപ്പം ഇവളുടെ കുഞ്ഞിൻ്റെ പഠിത്തം മുടക്കാനാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, ഞാനതിനെ 100% സപ്പോർട്ട് ചെയ്യുന്നു. കാര്യം ഇവളുടെ കുഞ്ഞ് മാത്രമാണോ കുഞ്ഞ്? കൊക്കൂണ് പോലെ ഇവളുടെ കുഞ്ഞിനെ മാത്രം പൊതിഞ്ഞു വെച്ചിട്ട് അങ്ങോട്ട് വളർത്തിയാൽ മതിയോ? ബാക്കിയുള്ളവരുടെ മക്കളൊന്നും മക്കളല്ലേ? ബാക്കിയുള്ളവരുടെ മക്കളെ വിളിക്കുന്ന അശ്ലീലങ്ങൾ, ഒരു കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയെ 3-4 തവണ അബോർട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഭാവി, ഇവളുടെ കുന്ന് പഠിച്ചില്ലെങ്കിൽ ഭാവി പോകുമല്ലേ? അപ്പോൾ അബോർട്ട് ചെയ്തു എന്നൊരു കഥയുണ്ടാക്കി അവർ തമ്മിലിപ്പോൾ കൂട്ടാണ്. ഞാൻ അതുകൊണ്ട് തന്നെ അവരുടെ പേരൊന്നും പറയുന്നില്ല. എനിക്ക് ഏറ്റവും അധികം വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, ഒരു കുട്ടി 10-20 വയസ്സുള്ള ഒരു കുട്ടി അതിനെ 2-3 തവണ അബോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കള്ളക്കാതി ഉണ്ടാക്കി വിളിച്ചു പറഞ്ഞവളാണ്. അതെന്താ ആ കുട്ടിയുടെ ലൈഫിനെ ബാധിക്കില്ലേ? അപ്പോൾ വേറെ ഇപ്പോഴും ഒരു പെൺകുട്ടിയെ, ഒരു 10-17 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇവള് പറയുന്നുണ്ട് അബോർഷൻ കഥ ആരോ പറയുന്നത് പറഞ്ഞ് ഇവള് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതൊന്നും എന്താ ആ കുട്ടികളുടെ ഭാവി അതൊന്നും ബാധിക്കില്ലേ? ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അതൊക്കെയാണ് ഭാവിയെ. അപ്പോൾ ഇവളുടെ ഈ വൃത്തികെട്ട ടോയ്ലറ്റ് തുറന്നിട്ട് എന്തും പടച്ചു വിട്ടോട്ടെ, ലോകത്തുള്ളവരെ പറ്റി എന്തും പറഞ്ഞോട്ടെ, ബാക്കിയുള്ളവർ ഇവൾ പാവാണ്, ഇവൾക്കല്ലേ വട്ടാണ്, ഇവൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങ് മിണ്ടാതിരിക്കണം അല്ലേ? ഇവൾക്ക് വട്ടും ഭ്രാന്തും പേപ്പൊട്ടി ഇവളാണെന്നുണ്ടെങ്കിൽ ഇവളെ കൊണ്ടുവന്ന് വല്ല ഹോസ്പിറ്റലിലും ആക്കണം. കടിക്കാനായിട്ട് ഇതേപോലെ അഴിച്ചു വിടരുത്. ഇതേപോലെ ജനങ്ങളെ കടിക്കാനായിട്ട് ഈ മുതു പേപ്പട്ടീനെ അഴിച്ചു വിടരുത്. ആര് തന്നെയാണെങ്കിലും ഇവളെ പൂട്ടും. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ വൃത്തികെട്ട സാധനത്തിന് നിർമ്മാർജ്ജനം ചെയ്യും എന്നുണ്ടെങ്കിൽ അവരിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കും. അത് ആര് ചെയ്താലും എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് അവരെക്കുറിച്ച് ഓർത്തിട്ട്. ആർക്കതിനെ സാധിച്ചാലും ഒരുപാട് അഭിമാനമുണ്ട് അവരെ പറ്റി ഓർത്തിട്ട്. കാര്യം അത്രത്തോളം വൃത്തികെട്ട ഒരു വിഷജീവിയാണ് ഈ ഡ്രാമ കാണിക്കുന്ന ഈ വൃത്തികെട്ട ഈ തെരുവ് സ്ത്രീ. ഡ്രാമ കാണിച്ച് മനുഷ്യരെ കുപ്പിയിലിറക്കി ദിവസവും വന്നിട്ട് അയ്യോ ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ, ഇവളെപ്പോഴും പറയുന്ന വാക്കാ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ ഗൈസ്, ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവൾ ഗൈസ്. ബാക്കിയുള്ളവർക്കെല്ലാം ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് പൊഴിച്ചു തരിക. കഷ്ടപ്പെടാതെയാണ് ജീവിക്കുന്നത് ബാക്കിയുള്ളവരല്ല, നീ മാത്രമേ ഉള്ളൂ ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധനം. സ്വന്തം കുഞ്ഞിനെ പോലും നോക്കാതെ കൂടെ നിർത്താതെ എവിടെയോ കിടക്കുന്ന ഒരുത്തനെയും കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഉമ്മ കടിക്കാൻ തെറ്റാ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടാണ്. വേറെ ഒരിക്കലും സമയമില്ല. താത്ത ഒരു ഉമ്മ തെത്ത ഇങ്ങനെ ചെല്ലുന്നത്, തെത്ത ഒരു ഉമ്മ തെത്ത ഇരുന്ന് കാണിക്കുന്നതൊക്കെ കണ്ടോ അടിച്ച് കരണം പുകച്ചു വിടാനേ തോന്നുള്ളൂ. എന്നിട്ട് ആ ഗോഷ്ഠിയോ അയ്യോ ഇതാണ് സ്നേഹം, ഇതാണ് പരിശുദ്ധമായ സ്നേഹം എന്ന് പറയുന്ന വൃത്തികെട്ട കുറേ കഴുതകൾ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ലേ, വേറെ ഒരുപാട് എന്തൊക്കെയോ പറയാനുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷേ ഈ പറയുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഓർമ്മ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇനി സമയം കിട്ടുന്നത് പോലെ ഇവൾക്കെതിരെ എപ്പോൾ സംസാരിക്കാൻ അവസരം കിട്ടിയാലും ഞാൻ എൻ്റെ സമയം മാറ്റി വെച്ചിട്ട് ഞാൻ സംസാരിച്ച് തന്നെയിരിക്കും ഈ വൃത്തികെട്ട പടുനാശത്തിനെതിരെ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ആൻ്റണി ബ്രോയെ പറ്റിയിട്ട് കുറേ ഇൻവിസിബിൾ ആർമിയിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അയാളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ആൻ്റണി ബ്രോയെ സപ്പോർട്ട് ചെയ്തതിനാണ് കുറേ എണ്ണങ്ങൾ എന്നെ വന്നിട്ട് എറിഞ്ഞത്. എനിക്കും ഒരു കുഴപ്പമില്ല, ഏതവളെ എങ്ങനെ എന്നെ കല്ലെടുത്ത് എറിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. കണ്ണിൻ്റെ മുമ്പിൽ കണ്ട സത്യമായ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സ്ത്രീ ഒരു 2-3 മാസമായിട്ട് ആൻ്റണി ബ്രോയുടെ മകൾക്കെതിരെ, ആ കുട്ടി 10-11 വയസ്സുള്ള കുട്ടിയാണ്, അതിനെതിരെ അതിന് പാലും മുട്ടയും കൊടുക്കണം കേട്ടോടാ. വായ്പുണ്ണൻ എന്ന് വിളിക്കുന്നു, ഓന്തപ്പൻ, വായ്പുണ്ണൻ എന്താണ്ട് കഴിവില്ലാത്തവൻ, എന്തോ പൊങ്ങാത്തവൻ. എടാ അത് കൊടുത്തു വളർത്തണം, നല്ലപോലെ കൊടുക്കണം, അതിൻ്റെ ശാരീരിക അവയവങ്ങളൊക്കെ മുഴുപ്പിച്ചെടുക്കണം, വലിപ്പം വെപ്പിക്കണം. അവളുടെ മൂപ്പന്, ആ സ്ത്രീയുടെ മൂപ്പന് ഉപയോഗിക്കാൻ
പഠിപ്പിക്കാനുള്ളതാണ്, നന്നായിട്ട് കൈകാര്യം ചെയ്യാനാണെന്ന്. സെക്ഷൽ ടോക്കാണ് മുഴുവൻ. അത്രയും പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞിനെ 2-3 മാസം പച്ചയ്ക്ക് കീറിയിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. പച്ചയ്ക്ക് കീറി. അതിൻ്റെ താഴെ പൊടി പിടിക്കാനായിട്ട് ഒരു കൂട്ടം സ്ത്രീകളുണ്ട്, വൃത്തികെട്ട സ്ത്രീകളുണ്ട്. ഇവിടെ ഈ പറയുന്ന അശ്ലീലം പറയരുതേ എന്നാരും പറയുന്നില്ല. ആരാ പ്രതികരിക്കാത്തത്? നിങ്ങളാരും പ്രതികരിക്കില്ലേ ഇങ്ങനെ കേട്ടാൽ? സത്യമായിട്ട് പറയണം. എന്നിട്ട് ആൻ്റണി അവിടെ പോയി എഴുതുന്നു, ഇവിടെ പോയി എഴുതുന്നു. ആൻ്റണി മറ്റുള്ളവരെ പറ്റി വൃത്തികേട് പറയുന്നു, തമിഴത്തിക്കെതിരെ പറയുന്നു. ഒരുപാട് കേട്ട് കഴിയുമ്പോൾ എല്ലാവരുടെയും ഞാൻ അശ്ലീലം പറയുന്നതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആൻ്റണി ബ്രോ, ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ഇതിനെതിരെ വേറൊരു സ്ത്രീയുടെ മക്കൾക്കെതിരെ പറഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്കറിയില്ല എന്തിനാ അത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന പ്രസ്തുത വയനാട്ടിലുള്ള സ്ത്രീ ചെയ്യുന്നതിന് വേറൊരു സ്ത്രീയുടെ മക്കളെ പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ പറഞ്ഞ അശ്ലീലവും ഞാൻ കേൾക്കാറില്ല. അശ്ലീലം നിങ്ങൾ പറയുന്ന വീഡിയോസ് ഞാൻ കേൾക്കാറില്ല. പക്ഷെ ചിലതൊക്കെ എവിടെയെങ്കിലും കമൻറ്റിലൊക്കെ എഴുതി കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും അത്രത്തോളം അസഭ്യമാണ് പറയുന്നതെന്ന്. നിങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? അവർ അശ്ലീലം പറഞ്ഞു, അസഭ്യം പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനുള്ള അടുത്ത നടപടി നിങ്ങൾക്ക് നോക്കാൻ പറ്റണം. നിയമപരമായിട്ടെങ്കിലും പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ മറുപടി പറയരുത്. അല്ലെങ്കിൽ ഒരു ആണാണ് അല്ലേ, ചെന്നൊരെണ്ണം പൊട്ടിച്ചാലും അതിൻ്റെ ബാക്കി നോക്കേണ്ടതുപോലെ നോക്കാനുള്ള ധൈര്യം വേണം. അതാണ് യഥാർത്ഥ ഒരു അച്ഛൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് അക്ഷരം തെറ്റാതെ അഭിമാനിയായ അന്തസ്സായ ഒരു അച്ഛനെന്ന് വിളിക്കാം. അല്ലാതെ വേറെ ഒരാളെ ഓരോരുത്തരെ കൊണ്ടുവന്നിരുത്തി ചാനലിലിരുത്തി തെറി വിളിപ്പിച്ചിട്ട് അവരിപ്പം വേറെ ഓരോ എടുത്ത് പോയിട്ട് നിങ്ങൾക്കൊക്കെ എതിരെ തിരിച്ച് തെറി വിളിക്കുന്നില്ലേ? അതുപോലെ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് തെറി വിളിപ്പിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. നിങ്ങളുടെ ചാനൽ മറ്റുള്ളവർക്ക് തെറി വിളിക്കാനായിട്ട് തുറന്നു കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല കേട്ടോ. ഇത് അന്തസ്സും അഭിമാനവുമുള്ള അച്ഛനാണെങ്കിൽ അതാ ചെയ്യേണ്ടത്. നിങ്ങൾ തെറി വിളിക്കാതെ നിങ്ങൾ ഒന്നുകിൽ നിയമപരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണം, ഇല്ലെങ്കിൽ ചെന്നൊരെണ്ണം പൊട്ടിക്കാനാണെങ്കിൽ അതിനും മടിക്കരുത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് കരുതി എന്തു തോന്നിവാസവും തരവഴിത്തരവും വൃത്തികേടും പറയാമെന്ന് കുറേ സ്ത്രീകൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അഴിഞ്ഞാടുന്നുണ്ട്. എന്നിട്ട് ആ ക്യാഷ് മേടിച്ച് ഫുഡ് അടിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വന്നിരുന്ന് തെണ്ടുന്നുണ്ട്. അപ്പോൾ ഇവളുമാരെ ഇങ്ങനെ അഴിച്ചു വിടാതിരിക്കാൻ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. ആണുങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ ആ കുടുംബത്തിൽ പിറന്നതാണ്, ഈ കുടുംബത്തിൽ പിറന്നതാണ്, മറ്റേതാണ് മറിച്ചതാണ്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്കതുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ആണാണ് എന്ന് തെളിയിച്ചു കാണിക്കണം. ഞാൻ ആണാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സ് വേണം. അല്ലാതെ അവരത് പറഞ്ഞു, ആ CP എടുത്ത് വായിച്ച് ഞാൻ 10 വീഡിയോ ചെയ്യും, 10 വീഡിയോ കൂടി വീണ്ടും ചെയ്യണ്ടേ, ഇവരിങ്ങനെ പറഞ്ഞു. എന്ത് കാര്യമാണ് നിങ്ങളുടെ വില? ഓരോ ദിവസം കുറയത്തേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട്. പുച്ഛം മാത്രമേ തോന്നുള്ളൂ. നടപടി എടുക്കേണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് സഹിതം, പേര് സഹിതം, കുഞ്ഞുങ്ങളുടെ പേര് സഹിതം, നിങ്ങളുടെ പേര് സഹിതം, പേരൻസിൻ്റെ പേര് സഹിതം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിയമപരമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പം നിങ്ങൾക്കും ചാനൽ റീച്ച് തന്നെയാണ് വേണ്ടത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞാലും നിങ്ങളുടെ അമ്മമാരെ പറഞ്ഞാലും അച്ഛന്മാരെ പറഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് ചാനൽ വളർത്തണം. അതുതന്നെ നിങ്ങളിലും പലവരിലും എനിക്ക് തോന്നുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വൃത്തികെട്ട തെറിച്ച് തമിഴത്തി നിന്നെ ആര് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്താലും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളിൽ ഒരാൾ ഞാൻ തന്നെയായിരിക്കും.